ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ സാവിത്രി അമ്മ ഇന്നാണെങ്കിൽ നമുക്ക് വേണ്ടി എന്താ അമ്മ ഇടുന്നത്? നാരങ്ങ അച്ചാർ. അതെ. ആ, എന്ത് ചെയ്തേ ഇപ്പോൾ? ഉലുവ വറുത്ത് പൊടിക്കുന്നത് അച്ചാറിന് വേണ്ടി. ബാക്കി എല്ലാ പൊടികളും ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുക്കളയിലേക്ക് കിടക്കുകയാണ്. എന്തൊക്കെ കൂട്ടങ്ങളാണ് നമ്മുടെ നാരങ്ങ അച്ചാറിന് വേണ്ട? നാണക്കേട് കൊണ്ട് ഓടുന്നു. ഈ അമ്മയുടെ മോളുടെ ഒരു സ്വഭാവം അല്ലേ? മുടിയൊക്കെ ചീകി വെച്ചേക്കുവാണല്ലോ. ഇനി എന്തുവാ? അമ്മ അത് നമ്മളിനി ഒരുങ്ങി മേക്കപ്പ് ഇട്ട് ഇന്നാലും വരും കമന്റ്. അത് മൈൻഡ് ചെയ്യണ്ട. അത് നല്ല ചുരിദാറാ, നല്ല ചുരിദാർ തന്നെ, ഒരു കുഴപ്പമില്ല. ഡോറതെ വയ്യാതെ കിടക്കും കേട്ടോ. വയ്യാത്തോണ്ട് ഡോറ കിടക്കുക. ഞാൻ കാല് കാണിച്ചില്ല. ഞാൻ അവിടെ കൈക്ക് അവിടെ നിന്ന് കാണിച്ചിട്ടുള്ളു. അതെ അതെ, നാരങ്ങ അച്ചാറ്. അപ്പൊ നമുക്ക് അമ്മയുടെ പുറകെ പോവാം വീണ്ടും. അമ്മ മുടിയൊക്കെ നല്ലോണം ഇരിക്കുക. അപ്പോൾ എല്ലാവരെയും പേടിച്ചിട്ട് നമ്മുടെ അമ്മ റെഡിയായി വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് ഒതുക്കി വെച്ചിട്ടാണ് അമ്മ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? നമ്മൾ വൈകിട്ടാണെങ്കിൽ അച്ചാർ അരിയുന്ന വീഡിയോ കിട്ടപ്പോഴത്തെ കുറേ കമൻറ്റ് വന്നില്ലേ? അതൊക്കെ കണ്ടിങ്ങനെ പേടിച്ചിട്ട് വേണ്ട അമ്മ എല്ലാം എടുത്ത് ഒതുക്കി വെച്ചിട്ട് വേണ്ട നിൽക്കുകയാണ്. അമ്മ അതിന് നമ്മളിനി എത്ര നല്ലതുപോലെ ഇട്ടാലും കേൾക്കാനുള്ളത് കേൾക്കും. ഗബ്രൂട്ട് ഇവിടെ ഭയങ്കര പരിപാടിയില്ലാട്ടോ. കണ്ടില്ലേ? വാങ്ങിച്ച സാധനങ്ങൾ മൊത്തം എടുക്കുക. ഗബ്രൂച്ചേ ഹായ് കൊടുത്ത എല്ലാവർക്കും. അപ്പോൾ അമ്മയാണെങ്കിൽ ദേണ്ട നല്ലെണ്ണ പൊട്ടിച്ച് ദേ വെച്ചേക്കുന്നു. നല്ലെണ്ണ പൊട്ടിച്ച വെച്ച് നമ്മൾ ഇത് സൂര്യ മാർക്കിൻ്റെയാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അമ്മ ഈ ഇതിൻ്റെ എണ്ണയുടെ കളർ കണ്ടിട്ട് അമ്മ ഞെട്ടിപ്പോയായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അമ്മ വെച്ചേക്കുന്നത്? ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മുളക് പൊടി, കറിവേപ്പില, കായം, കടുക്, നല്ലെണ്ണ, ഉലുവ. ഓക്കെ. അപ്പോൾ നാരങ്ങ ഉപ്പിട്ട് വേവിച്ചത് അത് കണ്ട് ഇവിടെ കീറി നമ്മുടെ ഡോറ കീറി കൊടുത്തിട്ടുണ്ട്. ഇനി അമ്മയാണെങ്കിൽ ചട്ടി ചൂടാകാൻ വേണ്ടി വെക്കാൻ പോവാണ്. ഓണാക്കാൻ കൊണ്ട് അത് ഞെക്കി പിടിച്ചോണ്ട് വേണം ഓപ്പൺ ആക്കാൻ. പിന്നെ എല്ലാവരും എൻ്റെ ചിരിയെ കുറ്റം പറയാറുണ്ട്. എൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്. എനിക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. എന്തേലും നമുക്ക് ഏതാ എന്ത് എന്റെ അമ്മ എപ്പോഴും പറയും, വിനോയുടെ വീട് കാണുമ്പോ വിനോയ് എപ്പോഴും സങ്കടം വന്നാലും സന്തോഷം വന്നാലും വിനോയ് എപ്പോഴും ചിരിച്ചോണ്ടേ. എന്ത് ചെയ്യാൻ? എന്റെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണത്. അങ്ങനെ അമ്മയും കൂടെ സാവിത്രിയമ്മ കഴിഞ്ഞിടെ പറയുകയും ചെയ്തു, വിനോയ് എപ്പോഴും വീടേക്കാതെ ചിരിച്ചോണ്ടേ വർത്താനം പറയത്തുള്ളൂ. എനിക്കതെങ്ങനെയാണ് എനിക്ക് ശീലിച്ചു പോയി. വാ അമ്മയുടെ കുക്കിംഗ് ആണ്. വാ ബ്രോ, നമുക്ക് അമ്മയുടെ കുക്കിംഗ് ആണ്. വാ അമ്മയുടെ കുക്കിംഗ് നമുക്ക് കാണാം. അയ്യ പൊങ്ങ അങ്ങോട്ട്. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതിലേക്ക് കടുകിടാം. എണ്ണ നല്ലതായിട്ട് വേണം കേട്ടോ. നന്നായിട്ട് നല്ലതാണ്. ഡോറയ്ക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടം കേട്ടോ. മാങ്ങാച്ചാർ മാങ്ങ വാങ്ങിച്ചില്ല, മാങ്ങാച്ചാറൊക്കെ വേണമെന്ന്. എപ്പോഴും കഴിക്കത്തില്ലെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞു കേട്ടോ. മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാറിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. ഏറ്റവും ഇഷ്ടം മീനച്ചാറാണേ. ഇവിടെ ഒരു വട്ടം മീനച്ചാർ ഇട്ടിട്ട് പെട്ടെന്ന് അങ്ങ് തീർന്നായിരുന്നു. അപ്പോൾ നമ്മുടെ അമ്മയുടെ വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ടു. പള്ളിയിൽ വാങ്ങി വിളിക്കുന്നു കേട്ടോ. ഇനി പച്ചമുളക്. അങ്ങനെ അതെല്ലാം കൂടി ഇട്ട് മൂപ്പിച്ച് തുടങ്ങുവാണ്.
കരിവേപ്പില കൂടെ ഇട്ട് അയ്യോ കറിവേപ്പില ഇട്ട വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ കറിവേപ്പിട്ടു. എല്ലാം പെട്ടെന്നായിരിക്കും. അതെ. എപ്പോഴാണ് ഈ ഉലുവയും മുളക് പൊടി ഇടുന്നത്? അതിൻ്റെ ഇത് മൂത്ത് കഴിയുമ്പോൾ ഉള്ളിയൊക്കെ ശകലം ഒന്ന് ശകലം ഉള്ളിയും ഇങ്ങനെ പൊട്ടുന്നതിലാണ് ഇത് കഴിയുമ്പോൾ. ഉള്ളിയോ? വെളുത്തുള്ളി? ആ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ശകലം വഴറ്റി കഴിയുമ്പോൾ മുളക് പൊടി ഇടുന്നത്. ആയില്ല, കളറായി വരുന്നതിലാണ്. മൂത്ത് കണ്ടോ? അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം മൂത്ത്, അതുകൊണ്ട് അമ്മ ഇനിയാണെങ്കിൽ മുളക് പൊടി ഇടാൻ പോവാണ്. സിമ്മയിലിടുക. മുളക് പൊടി അങ്ങനെ ഇട്ടു. നല്ല മൂത്തില്ല, ഇതൊരു കളർ വന്നു. എന്താ അയ്യോ വെപ്രാളത്തിൽ നാരങ്ങ എടുത്തിട്ട് കേട്ടോ, അതിൻ്റെ അടുത്ത് ഒരു വാക്ക് പറയാണ്ട്. ആ ആ ആ അപ്പൊ ഉലുവ ഇടണ്ടേ? ഉലുവ എപ്പോഴും ഇടുന്ന അന്നേരം? അത് കഴിഞ്ഞ് ഉലുവയും കായം പിന്നീട് ഇടണം. ആണോ? ഉലുവ നമ്മള് വറുത്തതല്ലേ, ഇതൊക്കെ പച്ചക്കുള്ളതല്ല, അതുകൊണ്ടാ അരപ്പ് വേണ്ട. മുളക് പൊടി വേണോ? ഇത് മതിപ്പോയല്ലേ? ഇത് 2 കിലോയുടെ ഇല്ല, അതാണ്. ശരിയാ. നമ്മളൊക്കെ നമ്മൾ അരക്കിലോ വെച്ച് 2 കിലോ എടുത്തുണ്ടോ, 4-5 എണ്ണം കൂടെ എടുത്തോളൂ. 2-3 ചീഞ്ഞ് പോയി. നമ്മൾ ഇത്ര അതുപോലെ വലിയ നാരങ്ങ വരുന്നു. വലിയ നാരങ്ങയായിരുന്നു. അത് അവനാണെങ്കിൽ നോക്കിയാ തന്നത് എടുത്ത്. അച്ചാറിടാനാന്ന് പറഞ്ഞതുകൊണ്ട് പ്രത്യേകം നോക്കി എടുത്ത് തന്നത്. പറയുന്നുണ്ട് പച്ച എടുത്ത് കഴിഞ്ഞാൽ കയ്പ് വരും. ഞാൻ പച്ച എടുത്താൽ മതി എന്ന് പറഞ്ഞാ, പക്ഷെ എന്നിട്ട് അവൻ വേണ്ട പഴുത്തത് തന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് എടുത്തത്. നല്ല പഴുത്തൊക്കെ എടുത്തു പോലും പച്ചയില്ലായിരുന്നേ. അവന്റെ ഇവിടെ സാധനം മേടിക്കാൻ ചെന്നാൽ അവൻ എങ്ങനെയാ നല്ലത് നോക്കിയേ തരത്തുള്ളൂ. അവിടെ മാങ്ങ ഉണ്ടായിരുന്നല്ലേ? മാങ്ങ ഞാൻ പിന്നെ നാസിയുടെ വാപ്പാടായി നിന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചോണ്ടായ പിന്നെ അത് അങ്ങനെ പറഞ്ഞു. പറഞ്ഞേം വേണം, നീ അത് ഇട്ട് വെക്കണം. നമുക്ക് ഇച്ചിരി ഇനി കായം. കായലല്ല ഉലുവ. ഇച്ചിരി ഉലുവ ഇട്ട് നമുക്ക് ഉലുവ നമുക്ക് മാങ്ങ ഇടാൻ ഞാൻ വെച്ചെടുക്കണം. ഈ കായത്തിന്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്നാ അറിയാം, നമ്മൾ പോയപ്പോൾ വാങ്ങിച്ച കായം എന്ത് ചെയ്യേ? നമ്മൾ മേടിച്ചില്ല. മേടിച്ച് ചെറുത് മേടിച്ചോ? ആ നമ്മൾ ചെറുത് മേടിച്ചായിരുന്നു. ഇതുകൂടി പൊട്ടിച്ച് ഇത്രയും ഞാൻ ഉണ്ടോ ഇല്ലെന്നുള്ള ഡൗട്ട് കൊണ്ടാ ചെറുത് മേടിച്ചത്. ചെറിയ കായം വാങ്ങിച്ചായിരുന്നു. ചെറിയൊരു ഡപ്പ മേടിച്ചായിരുന്നു. മാങ്ങ ഇടുമ്പോഴത്തേന് എടുക്കാൻ നോക്കുന്നത് അതൊരു പറഞ്ഞിട്ട് അടച്ചു വെക്കണം. ഏതാ? ഉലുവയാ? എന്നിട്ട് അതിനകത്ത് ഇച്ചിരി കുരുമുളകും കൂടെ കൈയോടെ പൊടിച്ച് വെക്കണം. കുരുമുളക് പൊടി ഇല്ലല്ലോ. കുരുമുളക് പൊടി പൊടിക്കാനുണ്ട്. അതിന് വാളംപുളി മറ്റപ്പുളി 2 പുളിയും മേടിച്ചു ഉണ്ടാക്കാൻ. അപ്പം അങ്ങനെ നമ്മുടെ അമ്മയുടെ അച്ചാർ അങ്ങനെ റെഡിയായി സെറ്റായി. ടേസ്റ്റ് നോക്കാൻ ഇത്തിരി തരുമോ? കഷ്ണം വേണ്ടല്ലോ. പുളിയുണ്ടോ? ഭയങ്കര പുളിയല്ലേ? നല്ല പുളിയുണ്ട്. കറക്റ്റാ. ഞാൻ നല്ലോണം ഉപ്പിടെ പുളി പറഞ്ഞു, കുറേ ഉപ്പം കിട്ടും. പക്ഷെ എനിക്ക് നാരങ്ങാച്ചാറിനേക്കാളും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഏതാണെന്നറിയോ? കടുമാങ്ങാച്ചാറിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. കടുമാങ്ങാച്ചാറിൻ്റെ ടേസ്റ്റ് കിട്ടുന്നു. സീരിയസ് ആയിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ടാ? നല്ല ഇത്രയും ഉപ്പ് വേണം. പുള്ളി പറയുന്നുണ്ട് ഉപ്പ് മുന്നേ നിൽക്കണം. നല്ല ഉപ്പിട. നമുക്ക് ഡോറയ്ക്ക് കൊടുത്ത് നോക്കാം. എന്നറിയോ, മറ്റേ മുളക് പൊടി അതാ. നമ്മുടെ മുളക് പൊടിയിൽ 2 സ്പൂൺ ഉണ്ടായിരുന്നു. വിനാഗിരി ഒഴിക്കണ്ടല്ലേ? വിനാഗിരി ഒഴിക്കണ്ട, ഇപ്പം തന്നെ പുളിയുണ്ട്. നമുക്ക് ഡോറയ്ക്ക് കൊടുക്കാവേ. ഡോറ അതെന്താ മോളെ? ആ കൈ കാണിക്ക്. ചൂടില്ല. ആ ഗബ്രുവിന് വേണോ? അയ്യ നിന്റെ കയ്യിൽ നിന്ന് പോയതാ, ഞാൻ എന്ത് ചെയ്യാനാ? ഈ ഉടുപ്പ് അതങ്ങ് തോണ്ടിക്കളയാമേ. എന്താ പറ്റി? വെള്ളക്കകത്ത് പറ്റിയാ? നക്കിക്കോ. കമന്റ് വരുമോ? പേടിയാണോ? അപ്പ ആ നക്കിക്കോ ബ്രോ. എന്ത് ഉപ്പിച്ചിരി മുന്നേ നിൽക്കണമെന്ന്. നക്ക് നക്ക്. ആ
ആ നക്ക് മോൻ നക്കിക്കോ എനിക്ക് വേണ്ട. ഗബുറിച്ചേ അങ്ങോട്ട് വാ. അതാണ്ട് അമ്മാമ്മയ്ക്ക് കൊടുക്ക്, അമ്മാമ്മയ്ക്ക് കൊടുക്ക്. അച്ഛൻ അത് കാണിക്കാൻ കൊച്ചിന് മനസ്സിലായി പേടിച്ചു. സൂപ്പറാന്ന് പറ. ഇനി വേണ്ട, ഇനി വേണ്ട, വേണ്ട വേണ്ട. വേണ്ട, മതി മതി. ഉപ്പ് കൂടുതലാണോ അമ്മ? ആ ഉപ്പ് മുന്നിക്കണം എന്ന് പറഞ്ഞത്. പിന്നെ ഉപ്പ് ഇട്ടതല്ലേ ഉള്ളൂ. ഞാൻ ഇനി പിടിച്ച് വരുമല്ലോ അതിനകത്ത്. വലിയ പിടിച്ച് പിന്നെ ഉപ്പ് ടേസ്റ്റ് ഉണ്ട് അല്ലേ? കടുമാങ്ങയുടെ ടേസ്റ്റ് അല്ലേ? നാരങ്ങയുടെ ടേസ്റ്റ് ആ വരുന്നില്ല. കടുമാങ്ങയുടെ ടേസ്റ്റ്. ഞാനും അത് അമ്മയെടുത്ത് പറഞ്ഞു കടുമാങ്ങയുടെ. നോക്കട്ടെ കടുമാങ്ങ. അങ്ങനല്ല, കടുമാങ്ങ മറ്റേ നമ്മുടെ ചെറിയ മാങ്ങ ഉണ്ടല്ലോ. കടുമാങ്ങ കടു ഇടുമല്ലോ. കടുമാങ്ങ എന്ന് പറയുന്നത് കുഞ്ഞായിട്ട് അരിയുന്നോണ്ടാണ് കടുമാങ്ങ എന്ന് പറയുന്നത്. പക്ഷെ കടുമാങ്ങയ്ക്ക് കടു കിട്ടത് നാരങ്ങയ്ക്ക് കടു കിട്ടാണ്. പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ടെങ്കിലും ആ ഒരു കടുമാങ്ങയുടെ ടേസ്റ്റാണ് വരുന്നത്. നാരങ്ങ അച്ചാറിന്റെ ടേസ്റ്റ് അല്ല, വേറൊരു ടേസ്റ്റാണ് വരുന്നത്. അപ്പൊ ഡോറ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാരങ്ങാച്ചാർ എങ്ങനെ ഉണ്ട്? കൊള്ളാലോ, കൊള്ളാം. അടിപൊളിയല്ലേ? 2 ദിവസം ഇരുന്നിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവും. വേണ്ട, വീണ്ടും അമ്മാമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുവാണ്. സൂപ്പർ. സൂപ്പർ എന്നറ അമ്മാമ്മ എടുത്ത്. യോ സൂപ്പർ. അപ്പൊ വൈൻഡപ്പ് ചെയ്തോ ഡോറ. സന്തോഷം. അപ്പൊ ഡോറ വൈൻഡപ്പ് ചെയ്തോളൂ. അപ്പൊ ഈ അച്ചാറിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതെ, മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ. ബൈ. ബൈ.